കൊല്ലം കൊട്ടാരക്കരയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ തല്ലി. സമയക്രമം പാലിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് സംഘർഷം. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നത് സലീം മാലിക്കാണ്. സലീം, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഈ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ സമയദീക്ഷ എന്ന് പറയുന്നത് നല്ലൊരു മൂല്യമായിട്ട് തന്നെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. നമ്മളത് പാലിക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഈ സമയക്രമം തെറ്റിയതിന്റെ പേരിൽ ഇത്തരം ഒരു കയ്യാങ്കളി എന്തായിരുന്നു അതിന് കാരണം? ക്രിസ്റ്റീന, ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള സമയക്രമം പലയിടങ്ങളിലും, സംസ്ഥാനത്തിന് തന്നെ പലയിടങ്ങളിലും തർക്കങ്ങൾക്കൊക്കെ വഴിവെക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ അത് സംഘർഷത്തിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സംഘർഷമാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ സംഭവിച്ചത്. ഉപാസന, മൂൺലൈറ്റ് എന്നീ രണ്ട് ബസ്സുകളുടെ ജീവനക്കാർ തമ്മിലായിരുന്നു ഈ നടുറോഡിൽ വെച്ച് തമ്മിൽ തല്ലിയത്. ഈ കൊട്ടാരക്കര ചന്തമുക്കിൽ, അതായത് ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള ചന്തമുക്കിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ സമയക്രമം ചൊല്ലിയുള്ള തർക്കം ഈ നിലയിൽ കയ്യാങ്കളിയിലേക്കായത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ ആദ്യഘട്ടത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും എടുത്തിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തായത്. ദൃശ്യങ്ങൾ പുറത്തായതിന് പിന്നാലെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ രണ്ട് ബസിന്റെയും ജീവനക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇരു കൂട്ടരും പരാതിയൊന്നും നൽകിയിട്ടില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുക്കുകയാണ്. അങ്ങനെയാണ് ഇരു ബസിന്റെയും ജീവനക്കാരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് സമയക്രമം പാലിക്കാത്തതിനെ ചൊല്ലിയുള്ള ഒരു സംഘർഷമായിരുന്നു. സലീം മാലിക്കാണ് അതിന്റെ ഒരു വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.